മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹന അനുസ്മരണമാണ് ഇന്ന് നാം കൊണ്ടാടുക. സുദീർഘമായ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെയും സാർവത്രിക ഉപവാസ ആചരണത്തിലൂടെയും ആരാധനക്രമ ശുശ്രൂഷയിലൂടെയും യേശുവിൻ്റെ തിരുമരണം നാം ഇന്ന് പ്രഖ്യാപിക്കുന്നു. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വയം ശൂന്യനാക്കി നമുക്ക് വേണ്ടി കുരിശിലേറി മരിച്ച യേശുവിൻ്റെ പീഡാസഹന അനുസ്മരണത്തിനാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രിയമായുള്ളത് വേദനയോടെ നൽകുന്നതാണ് ബലി. യേശു തൻ്റെ ജീവനെ തന്നെ നമുക്കായി ബലിയർപ്പിച്ച സുദിനത്തിൻ്റെ അനുസ്മരണമാണിന്ന്. കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ പൂജയുടെ പരിസമാപ്തി ദുഃഖ വെള്ളിയിലാണ്. ഇന്നലത്തേത് രക്തം ചിന്താതെയുള്ള ബലിയായിരുന്നു. കാൽവരിയിൽ രക്തം ചിന്തിയുള്ള ബലിക്കായി ക്രിസ്തു ഇന്ന് തന്നെ സമർപ്പിക്കുന്നു. ക്രൈസ്തവർക്കെല്ലാം കഥനത്തിൻ്റെ ദിനമാണെന്ന്. ഇന്നത്തെ ആരാധനക്രമം മുഴുവൻ ശൂന്യമായ സക്രാരി, അലങ്കരിക്കാത്ത അൾത്താര, മരമണി, വായനകൾ, സാഷ്ടാംഗ പ്രണാമം തുടങ്ങിയ ഈ ദുഃഖാചരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കളങ്കമറിയാത്ത ക്രിസ്തുവിനെ അന്യായമായ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സംഭവമാണ് നാം ഇന്ന് ആചരിക്കുന്നത്. എന്നാൽ ഈ ദുഃഖം നമ്മെ പരാജയത്തിലേക്കോ നിരാശയിലേക്കോ നയിക്കുകയല്ല, മറിച്ച് ഉയർപ്പിൻ്റെ ആഹ്ലാദത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും നാം ദർശിക്കുന്നത്. വിജയമാണ് ഇന്ന് കാർമികൻ അണയുന്ന ചുവന്ന വസ്ത്രം സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ആരാധനക്രമത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് ദൈവവചന പ്രഘോഷണ കർമ്മം. രണ്ടാമത്തേത് വിശുദ്ധ കുരിശിൻ്റെ ആരാധന. മൂന്നാമത്തേത് ദിവ്യകാരുണ്യ സ്വീകരണം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക മുഖ്യ കാർമ്മികൻ്റെ സാഷ്ടാംഗ പ്രണാമ പ്രാർത്ഥനയോടെയാണ്. ചുമപ്പ് നിറത്തിലുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ശുശ്രൂഷകളുമായി വിശുദ്ധ വേദിയിലെത്തുന്ന കാർമ്മികൻ കുനിഞ്ഞ് ആചാരം ചെയ്ത് നിലത്ത് സാഷ്ടാംഗം പ്രണമിക്കുന്നു. അഗാധമായ അനുതാപത്തിൻ്റെ മഹത്തരമായ പ്രകടനമാണ് ഈ സാഷ്ടാംഗ പ്രണാമം. ആ സമയത്ത് എല്ലാവരും മുട്ടുകുത്തി അനുതാപപൂർവം നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ തലമുറകൾക്കും ഓഹരിയായി കിട്ടിയ ആദി പാപത്തിൻ്റെ പിന്തുടർച്ചയായ മരണത്തെ അങ്ങേ പുത്രനും എൻ്റെ കർത്താവുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്താൽ അങ്ങ് സംഹരിച്ചുവല്ലോ. അങ്ങനെ അവിടുത്തോട് അനുരൂപരായി തീർന്നുകൊണ്ട് ഭൗതിക മനുഷ്യൻ്റെ പ്രതിരൂപം പ്രകൃതി നിയമത്താൽ ഞങ്ങൾ സമൂഹിക്കുന്നത് പോലെ കൃപയുടെ വിശുദ്ധീകരണത്താൽ സ്വർഗീയ പ്രതിരൂപം ഞങ്ങൾ കൈവരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ദൈവ വചന പ്രഘോഷണ കർമ്മം ആരംഭിക്കുകയാണ്. എല്ലാവരും സ്വസ്ഥാനങ്ങളിലിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്തായിൽ നിറവേറിയ അതുല്യമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചരിത്രമാണ് ഇപ്പോൾ വരുന്ന ദൈവ വചനത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും സഹിക്കുന്ന ദാസനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഒന്നാം വായനയിൽ നാം ശ്രവിക്കുക. ദൈവത്തിൻ്റെ പ്രിയദാസൻ നമ്മുടെ വേദനകളും പാപഭാരങ്ങളും രോഗങ്ങളും വഹിച്ചു. നിർദ്ധയം പീഡിപ്പിക്കപ്പെട്ടപ്പോഴും പരാതിയില്ലാതെ അവിടുന്ന് അവയെല്ലാം സഹിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച മിശിഹായുടെ പ്രതീകമായ സഹിക്കുന്ന ദാസനെക്കുറിച്ചുള്ള പ്രവചനം യെശയ്യാ പ്രവാചകനിൽ നിന്നും നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആരു വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവൻ ഒരതിക്രമവും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്.
പാവപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ളമുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാവഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി, അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു. മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞ് ചെതറിയ പാത്രം പോലെയായി തീർന്നിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. രണ്ടാം വായന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായനയാണ് നാം ശ്രമിക്കാൻ പോകുന്നത്. എബ്രായ ലേഖനത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ മാനുഷികത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാം. മറ്റേതൊരു മനുഷ്യനെയും പോലെ തികച്ചും പച്ചയായ ശരീരവും പച്ചയായ മനസ്സുമുള്ള വ്യക്തിയായിരുന്നു ഈശോ. പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും അവിടുന്ന് മനുഷ്യർക്ക് സമനായി തീർന്നു. അവിടുത്തെ സഹനത്തിൻ്റെ പൂർണ്ണിമയെക്കുറിച്ചുള്ള വിശുദ്ധീകരണം എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. പ്രിയ സഹോദരരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന്
തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കർത്താവിൻ്റെ വചനം. നന്ദി. സുവിശേഷ പ്രഘോഷണത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, അതേ കുരിശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. ആകയാൽ ദൈവം അവിടുത്തെ ഉയർത്തി സകല നാമങ്ങളെക്കാളും ശ്രേഷ്ഠമായ നാമം അവിടുത്തേക്ക് നൽകി. യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുക. നീണ്ട ഈ വായന നാടകീയമായാണ് പ്രഘോഷിക്കപ്പെടുക. ഹൃദയം കൊണ്ട് നമുക്ക് ഈ വായന ശ്രവിക്കാം. നമുക്ക് രക്ഷയേകിയ ദൈവം തൻ്റെ സ്നേഹം ഏറ്റവും വെളിപ്പെടുത്തിയ സംഭവം, നമ്മുടെ രക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനമായ സംഭവം വെറുതെ കേൾക്കുകയല്ല, അതിൽ പങ്കുചേരുകയാണ് വേണ്ടത്. മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ പാപമാണ് ദൈവത്തെ കൊന്നു എന്നത്. എന്നാൽ ആ പാതകത്തെ തന്നെ യേശുനാഥൻ ബലിയാക്കി മാറ്റി നമുക്ക് രക്ഷ തന്നു. മരണത്തോളം നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ്, കുരിശുമരണത്തോളം ദൈവത്തെ അനുസരിച്ചുകൊണ്ടാണ് യേശു തൻ്റെ മരണത്തെ പാപ പരിഹാര ബലിയാക്കി മാറ്റിയത്. ഈ സംഭവത്തിൽ നാം പല മനുഷ്യരെയും കണ്ടുമുട്ടും. അവരിലൂടെ നാം നമ്മെ കണ്ടെത്തണം. യേശുവിനെ ഒറ്റിക്കൊടുത്തവരും തള്ളിപ്പറഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും അന്യായമായി വിധിച്ചവരും ക്രൂരമായി പീഡിപ്പിച്ചവരും എല്ലാമുണ്ട്. അവരുടെ ചിത്രം നമ്മെ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കണം. കർത്താവിൻ്റെ കൂടെ നിന്നവരും മരണം വരെ സ്നേഹത്തോടെ വിശ്വസ്തരായി നിലകൊണ്ടവരുമുണ്ട്. അവരോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി നാം സമർപ്പിതരാകണം. ഏറ്റവും പ്രധാനമായി ഈശോയിൽ നാം നമ്മെ തന്നെ ദർശിക്കണം. സഹനത്തെയും മരണത്തെ പോലും ക്ഷമയോടെ, സ്നേഹത്തോടെ, അനുസരണയോടെ നേരിട്ടുകൊണ്ട് അവിടുന്ന് എല്ലാം പാപപരിഹാര ബലിയാക്കി. പാപത്തെയും ദുഃഖത്തെയും സാത്താനെയും തോൽപ്പിച്ച് ലോകത്തിന് മുഴുവൻ രക്ഷ കൈവരുത്തി. ശ്രദ്ധാപൂർവം ഈ സുവിശേഷ വായനയിൽ നമുക്ക് പങ്കുചേരാം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോടുകൂടെ കെദ്രോൻ അരുവിയുടെ അക്കരെയെത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു. യൂദാസ് ഒരു ഗണം നസറേയനായ യേശുവിനെ യേശു പ്രതിവചിച്ചു. ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യാഫാസാണ്. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും
യേശുവിനെ അനുഗമിച്ചിരുന്നു. ആ ശിഷ്യനെ പ്രധാനാചാര്യന് പരിചയമുണ്ടായതിനാൽ അവൻ യേശുവിനോട് പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. പത്രോസ് ആകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതൻ്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്ത് ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ പറഞ്ഞു, അല്ല. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ കരണം തടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. പ്രധാന പുരോഹിതൻ്റെ ഭൃത്യരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവൻ്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു. ഉടനെ കോഴി കൂവി. യേശുവിനെ അവർ കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെയല്ല, ബറാബാസിനെ മതി. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു.
പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യഹൂദരുടെ രാജാവേ, സ്വസ്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് അവർ അവനെ പിടിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയുവാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല ഇരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിൻ്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവനോടൊപ്പം മറ്റു 2 പേരെയും, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വച്ചു. അതിങ്ങനെയായിരുന്നു, നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം
അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെയുണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായച്ച് ആത്മാവിനെ സമർപ്പിച്ചു. നമുക്ക് അല്പനേരം മുട്ടുകുത്താം. എഴുന്നേക്കാം. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തറക്കുവാൻ, അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മറിയവും മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുള്ള കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയുമുണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. തുടർന്ന് വരുന്നത് സാർവത്രിക പ്രാർത്ഥനയാണ്. ദൈവവചന പ്രഘോഷണ കർമ്മം ഈ വരുന്ന സാർവത്രിക പ്രാർത്ഥനയോടുകൂടിയാണ് സമാപിക്കുന്നത്. ഇപ്പോൾ കാർമികൻ കൈകൂപ്പി നിന്ന് ഓരോ പ്രാർത്ഥനയുടെയും ഉദ്ദേശം അറിയിച്ചുകൊണ്ട് ജനങ്ങളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് എല്ലാവരും അല്പനേരം മൗനമായി പ്രാർത്ഥിക്കുന്നു. അനന്തരം മുഖ്യ കാർമികൻ കൈകൾ വിരിച്ച് പ്രാർത്ഥന ചൊല്ലുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രക്ഷയുടെ സുദിനത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി ഈ നിമിഷം യാചിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നമുക്ക് ഒരുമിച്ച് ആമേൻ എന്ന് പ്രത്യുത്തരിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവവും കർത്താവും തിരുസഭയ്ക്കും
ലോകമെങ്ങും സമാധാനവും ഐക്യവും സംരക്ഷണവും നൽകുമാറാകട്ടെ. സ്ഥൈര്യവും ശാന്തവുമായ ജീവിതം നയിച്ച് സർവശക്തനായ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ ജനതകൾക്കും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ കാരുണ്യ പ്രവൃത്തികൾ സഭയിൽ കാത്തു സൂക്ഷിക്കണമേ. അങ്ങനെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ദൃഢവിശ്വാസത്തോടെ അങ്ങേ നാമം ഏറ്റുപറയുന്നതിൽ നിലനിൽക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. പരിശുദ്ധ പിതാവിന് വേണ്ടി, നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ മെത്രാൻ പദവിയിലേക്ക് തിരഞ്ഞെടുത്ത നമ്മുടെ കർത്താവും ദൈവവും അവിടുത്തെ തിരുസഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ നയിക്കുവാൻ അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൽപ്പനയാണല്ലോ സർവവും സംവിധാനം ചെയ്യപ്പെട്ടത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അലിവാർന്ന് കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പയെ അങ്ങേ കാരുണ്യത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഉടയവനായ അങ്ങ് നയിക്കുന്ന ക്രൈസ്തവ ജനത അതേ പരമാചാര്യൻ്റെ കീഴിൽ അവരുടെ വിശ്വാസത്തിൻ്റെ യോഗ്യതയാൽ അഭിവൃദ്ധിപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. വിവിധ ശുശ്രൂഷ പദവിയിലുള്ള എല്ലാ സഭാംഗങ്ങൾക്കും വേണ്ടി നമ്മുടെ രൂപതാധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനും ജസ്റ്റിൻ മെത്രാനും സഭയിലെ മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും ഡീക്കന്മാർക്കും സമസ്ത വിശ്വാസി സമൂഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവ് സഭാഗാത്രം മുഴുവനും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കണമേ. അങ്ങനെ അങ്ങേ കൃപാദാനത്താൻ എല്ലാവരും അങ്ങേക്ക് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ക്രൈസ്തവരുടെ ഐക്യത്തിനു വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമസ്ത സഹോദരർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സത്യം ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവും ദൈവവും തൻ്റെ ഏകസഭയിൽ അവരെ ഒരുമിച്ച് ചേർക്കുവാനും പരിപാലിക്കുവാൻ തിരുവുള്ളമാകട്ടെ. ദൈവമേ, ചിതറിപ്പോയവരെയെല്ലാം അങ്ങ് ഒരുമിച്ച് കൂട്ടുകയും ഒരുമിച്ച് കൂട്ടിയവരെ പരിപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ പുത്രൻ്റെ അജഗണത്തെ പ്രീതിപൂർവം അങ്ങ് തൃക്കൺ പാർക്കണമേ. ഏകജ്ഞാനസ്ഥാനത്താൻ പവിത്രീകൃതരായവരെ വിശ്വാസ സമഗ്രത ഐക്യപ്പെടുത്തുകയും സ്നേഹ ഉടമ്പടി ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സംഗ്രഹിക്കുന്നതിൽ ഉത്സുകരാകാനും ലോകത്തിൽ അങ്ങേ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷികളാകാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പരമാർത്ഥ ഹൃദയത്തോടെ ശരിയായവ പിന്തുടർന്ന് ദൈവത്തിൽ തന്നെ എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ട് അന്വേഷിക്കുകയും കണ്ടെത്തിക്കൊണ്ട് ഹൃദയ ശാന്തി അടയുകയും ചെയ്യാൻ സകല മനുഷ്യരെയും അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ വിനാശകരമായ തടസ്സങ്ങളുടെ മധ്യേയും അങ്ങേ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ സൽപ്രവൃത്തികളും കണ്ടറിഞ്ഞ് അങ്ങേ ഏകസത്യ ദൈവവും മാനവവംശത്തിൻ്റെ പിതാവുമായി ഏറ്റുപറയുന്നതിൽ എല്ലാവരും ആനന്ദം കണ്ടെത്താൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ഭരണാധികാരികൾക്കു വേണ്ടി, രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാവരും യഥാർത്ഥമായ സമാധാനവും സ്വാതന്ത്ര്യവും കൈവരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും തൻ്റെ തിരുഹിതത്തിനൊത്ത വിധം ഭരണാധികാരികളുടെ ഹൃദയവും മനസ്സും നയിക്കുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കരങ്ങളിലാണല്ലോ മനുഷ്യരുടെ ഹൃദയാഭിലാഷങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും. അധികാരപൂർവം ഞങ്ങളെ നയിക്കുന്ന അവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ലോകം മുഴുവനും ജനതകളുടെ ക്ഷേമവും സമാധാനത്തിൻ്റെ സുരക്ഷിതത്വവും മതസ്വാതന്ത്ര്യവും അങ്ങ് നിരന്തരം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, എല്ലാ തെറ്റുകളിൽ നിന്ന് ലോകത്തെ സംശുദ്ധമാക്കുന്നതിനും രോഗങ്ങൾ നിവാരണം ചെയ്യുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തടവറകൾ തുറക്കുന്നതിനും വിലങ്ങുകൾ അഴിക്കുന്നതിനും യാത്രികരെ രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിക്കുന്നവർക്കു വേണ്ടി നിത്യരക്ഷ നൽകുന്നതിനും സർവശക്തനും പിതാവുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് ദുഃഖിതരുടെ ആശ്വാസവും അധ്വാനിക്കുന്നവരുടെ അത്താണിയുമാണല്ലോ. നാനാവിധത്തിലുള്ള യാതനകളാൽ നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങിലേക്ക് എത്തിച്ചേരട്ടെ. അങ്ങനെ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങേ കാരുണ്യം അവരോടൊപ്പമായിരുന്നു എന്നതിൽ എല്ലാവരും സന്തോഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒരു ശുശ്രൂഷയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാം ഭാഗം വിശുദ്ധ കുരിശിൻ്റെ ആരാധനയാണ്. നമുക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ ബലിയർപ്പണം എന്ന് പ്രത്യേകമായ രീതിയിൽ നാം അനുസ്മരിക്കുന്നു. തപസ് കാലം യേശുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുവാനുള്ള കാലമാണ്. ഇപ്പോൾ ആവരണം ചെയ്തിരിക്കുന്ന കുരിശ് കത്തിച്ച് തിരിപിടിച്ചിരിക്കുന്ന രണ്ട് ദീപവാഹകന്മാരുടെ അകമ്പടിയോടുകൂടെ വിശുദ്ധ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. പുരോഹിതൻ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുരിശ് ഏറ്റുവാങ്ങി അതിൻ്റെ മുകൾ ഭാഗം അനാവരണം ചെയ്യുന്നു. കുരിശ് അനാവരണം ചെയ്യുന്ന സമയത്ത് ഇതാ ഇതാ കുരിശുമരം എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു. ആ ഗാനാലാപത്തിന് ശേഷം എല്ലാവരും വരുവിൻ നമുക്ക് ആരാധിക്കാം എന്ന് മറുപടി പറഞ്ഞ് മുട്ടുകുത്തി ഈശോയെ ആരാധിക്കുന്നു. ഇത് 3 ഭാഗങ്ങളിലായി നിർവഹിക്കുന്നു. നമുക്ക് ഭക്തിപൂർവം ഈ കുരിശാരാധനയിൽ പങ്കുചേരാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ഗൈകരക്ഷകൻ, ലോകൈകരക്ഷകൻ മരണം വരിച്ചതീ മന്നിന്നാ ിച്ചതീ മന്നിന്നാ. വരുവിൻ വണങ്ങാം ആരാധിക്കാം, വരുവിൻ വണങ്ങാം ആരാധിക്കാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈകരക്ഷകൻ,
മരണം വരിച്ചതീ മണ്ണിന്നാ വരുവിൻ വണങ്ങാം. ആ ദിവ്യ അനുഭവത്തിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തവും ജലവും നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങാം. ഈ നിമിഷം 2 തിരിക്കാലുകളുടെ അകമ്പടിയോടുകൂടി വൈദികൻ വിശുദ്ധ കുർബാന അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദൈവം കനിഞ്ഞെത്തി നമ്മളെ നന്നായി ആശീർവദിക്കുമാറായിടേണം. ദൈവം കനിഞ്ഞെത്തി നമ്മളെ നന്നായി ആശീർവദിക്കുമാറായിടേണം. വാത്സല്യപൂർവം നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർത്തി വാഴ്ത്തിടാം. നവ്യ സന്തോഷകാന്തി പരന്നു കുരിശാലിനെങ്ങും നീച്ചുയർത്തിനെ വാഴ്ത്തിടാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതനായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതനായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. യോജിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാൻ നൽകണമെ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ ക്രിസ്തുവിൻ്റെ ധന്യമായ മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ അങ്ങ് പുനരുദ്ധരിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ നിലനിർത്തണമേ. അങ്ങനെ ഈ രഹസ്യങ്ങളുള്ള പങ്കാളിത്തം വഴി നിരന്തരം ഞങ്ങൾ ഭക്തിയിൽ ജീവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ആശീർവാദത്തിനായി നമുക്ക് ശിരസ് നമിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശയിൽ അവിടുത്തെ മരണം ആചരിച്ച അങ്ങേ ജനത്തിൻ്റെ മേൽ സമൃദ്ധമായ അനുഗ്രഹം ചൊരിയുകയും പാപപ്രവൃത്തി സംലിപ്തമാക്കുകയും സമാശ്വാസം നൽകുകയും പാവനമായ വിശ്വാസം കൈവളർത്തുകയും നിത്യരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.